മഞ്ചേശ്വരം മണ്ഡലമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം 8 പഞ്ചായത്തുകൾ ചേർന്നാണ് മഞ്ചേശ്വരം മണ്ഡലം. അതിലെ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ, പഞ്ചായത്തിലെ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ UDF ഒരു 37% വോട്ട് നേടി, 61,000 വോട്ട് നേടിയിട്ടുണ്ട്. രണ്ടാമത് NDA ആണ്, BJP ആണ്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരത്തും രണ്ടാമത് BJP ആണ്. 45,442 വോട്ട്, 27% വോട്ട് നേടിയിട്ടുണ്ട്. സ്വതന്ത്രന് 33,000 വോട്ടുണ്ട്. LDFന് 26,000 വോട്ടുണ്ട്. UDFിനെ നോക്കുകയാണെങ്കിൽ UDF മെമ്പർമാരെ നോക്കിയാൽ 86 മെമ്പർമാരുണ്ട്. NDAക്ക് 35 ഉള്ളൂ. LDF 24, അതേഴ്സ് 17, സ്വതന്ത്രമായിട്ട് 17 പേര്. അപ്പം അതിൻ്റെ ഹിസ്റ്ററി, മഞ്ചേശ്വരത്തിൻ്റെ ഹിസ്റ്ററിയും കൂടെ നോക്കിയിട്ട് നമുക്ക്, മഞ്ചേശ്വരം എപ്പോഴും BJP സെക്കൻഡ് എത്തുന്ന ഒരു സീറ്റാണ്. മുൻ പ്രസിഡന്റ് BJP പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മണ്ഡലമാണ്. പക്ഷെ അദ്ദേഹം ഇത് ജയിച്ചിട്ടില്ല. ഈ 2011 അദ്ദേഹം സെക്കൻഡ് എത്തി. അത് കഴിഞ്ഞ് 2016 ആയപ്പോൾ അദ്ദേഹം സെക്കൻഡാണ്. പക്ഷേ ആകെ 100 താഴെ വോട്ടിനാണ് തോറ്റത്. അപ്പം അത് പിടിക്കപ്പെടുമെന്നുള്ളതിൽ നിന്ന് 100 താഴെ വോട്ടിലാണ് തോറ്റത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് CPM ലീഗിന്റെ മണ്ഡലമാണ്. ലീഗും രണ്ടുപേരും മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു നിർത്തിയിരുന്നത്. അതിന് മുമ്പ് CPMന്റെ മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു CH. എന്തായാലും 2011 മുതൽ നോക്കുവാണ്. 2011 ലീഗ് മുന്നിലെത്തിയ മണ്ഡലമാണ്. കെ സുരേന്ദ്രൻ BJP അന്ന് സെക്കൻഡ് എടുത്തു. അന്ന് ആദ്യമായിട്ടാണ് അവിടെയൊക്കെ സെക്കൻഡ് എത്തുന്നത്. പിന്നെ 2016 കെ സുരേന്ദ്രൻ 100 താഴെ കൊണ്ട് തോറ്റൊരു മണ്ഡലമാണ്. ആ ഒരു സമയത്ത് തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സുന്ദര, അദ്ദേഹം 467 വോട്ട് നേടി. കെ സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് 467 വോട്ട് നേടി. കെ സുരേന്ദ്രന് 86 വോട്ട് അങ്ങോട്ട് തോൽക്കുകയാണ് ചെയ്തത്. അത്രയ്ക്ക് ടൈറ്റാണ് BJPയും ലീഗിന്റെ ആ സീറ്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2019 ബൈ ഇലക്ഷൻ വന്നപ്പം ഒരു BJP രവീന്ദ്ര ബൈ ഇലക്ഷന് കാര്യമായിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാമല്ല, ഭരണമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം BJP എന്നാലും 2ാം സ്ഥാനം തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പൊ പാർട്ടി വോട്ട് അവിടെ ഉണ്ട്. 60,000 വോട്ട് പാർട്ടി വോട്ട് അവിടെ ഉണ്ട്. 2021 ഇലക്ഷനിൽ വീണ്ടും കെ സുരേന്ദ്രനെ മത്സരിച്ചു. ലീഗിന്റെ KM അഷ്റഫ്, അവർ തമ്മിലൊരു 800 വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. അത് BJP ലീഗിന്റെ പാർട്ടി വോട്ട് 1000 താഴെ വോട്ടേ ഉള്ളൂ. ഇതാണ് വിജയം നിശ്ചയിക്കുന്നത്. ഇത്തവണ നിൽക്കുന്നത് KM അഷ്റഫ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് സിറ്റിംഗ് MLA. CPMന്റെ KR ജയാനന്ദൻ നിൽക്കുന്നു. BJPയുടെ കെ സുരേന്ദ്രൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ്ലി നമുക്ക് ഈ വോട്ട് കൂടെ നോക്കുക, ലോക്കൽ ബോഡി വോട്ട് കൂടെ നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും പറയുന്നത് ഇന്ത്യയുടെ വോട്ട് പല കോർണറിങ് വോട്ടുകളേ ഉള്ളൂ, ചില കോർണറേ ഉള്ളൂ. എല്ലാ ലോക്കൽ ബോഡി എല്ലാ വോട്ടിലൊന്നും അവർക്ക് നിൽക്കാൻ സ്ഥാനാർത്ഥിയില്ല. അതുകൊണ്ട് അത് ഒരു ബൈ ഇലക്ഷനിൽ തന്നെ 57,000 വോട്ട് വന്നാണ്. 60,000 വോട്ട് BJPക്ക് അവിടെ ഉണ്ട്. എല്ലാ തവണ കെ സുരേന്ദ്രന്റെ വ്യക്തിപ്രകാരമുള്ള വോട്ട് കൂടെ വരുമ്പോൾ 1000 താഴെ വോട്ടിനാണ് കഴിഞ്ഞ തവണയും തോറ്റത്. അപ്പം ഇത്തവണ അത് കെ സുരേന്ദ്രൻ മറികടക്കും. കാരണം കഴിഞ്ഞ തവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണ്ഡലങ്ങളിൽ കോന്നിയിലും മഞ്ചേശ്വരം ഒന്നിച്ച് നിന്ന് മത്സരിച്ചുകൊണ്ടാണ് തോറ്റത്. വർക്ക് കുറഞ്ഞു. ഇത്തവണ പാർട്ടി ചുമതലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കാര്യമായ മണ്ഡലത്തിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒരു ചെറിയൊരു മാർജിനിൽ മഞ്ചേശ്വരം BJP പിടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. UDF 2ാം സ്ഥാനം, LDF 3ാം സ്ഥാനം. LDFന്റെ വോട്ട് നല്ലൊരു കുറവ്, LDFന്റെ ആ ഭരണവിരുദ്ധ വോട്ടുകളിൽ നല്ല ശതമാനം പിടിക്കാൻ പോകുന്ന BJP ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.